പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടും കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൻ്റെ ജനനം നമ്മെ സംബന്ധിച്ച് ഒരു ഓർമ്മയല്ല, അതൊരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. ഈശോ ജനിച്ച ആ രാത്രി ചരിത്രത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ച രാത്രിയാണ്. അന്നാണ് ദൈവം മനുഷ്യനായത്. നമ്മൾ വലുതെന്ന് കരുതിയ ആ ദൈവം ഇപ്പോൾ തീരെ ചെറുതായി മാറിയിരിക്കുന്നു. കയ്യെത്താ ദൂരത്ത് എന്ന് നമ്മൾ കരുതിയ സ്വർഗം ഇന്നിതാ ഭൂമിയെ ആലിംഗനം ചെയ്തിരിക്കുന്നു. അതിനാൽ തന്നെ ക്രിസ്തുമസ് നമുക്ക് നൽകുന്നത് പ്രതീക്ഷയുടെ സന്ദേശമാണ്. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും താഴ്വരകളിലേക്ക് ദൈവം മനുഷ്യനെ ഉപേക്ഷിച്ചിട്ടില്ലെന്ന്, നിരാശയുടെയും തകർച്ചയുടെയും അത്യാഘാതങ്ങളിൽ ദൈവം മനുഷ്യനെ തനിച്ചാക്കിയിട്ടില്ലെന്ന് ക്രിസ്തുമസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആഗമനകാലത്തിലെ 4 ആഴ്ചകൾ പിന്നിട്ട് ഇന്ന് നാം ക്രിസ്തുമസ് ക്യാൻഡിൽ കൊളുത്തുന്നു. അന്ധകാരത്തിലായിരുന്ന ജനതയ്ക്ക് പ്രകാശം നൽകിയ ക്രിസ്തുവിനെ ഈ തിരി പ്രതിനിധാനം ചെയ്യുന്നു. ക്രിസ്തുവാകുന്ന ദൈവം നമ്മിലും നിറയ്ക്കുവാൻ സഭ ഇന്ന് നമ്മെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, സർവത്തിൻ്റെയും ഉടയവന് ജന്മം നൽകാൻ ഒരിടം തേടി അലഞ്ഞ് അവസാനം കാലിത്തൊഴുത്തിൽ കന്യകാമറിയം ഉണ്ണിയേശുവിന് ജന്മം നൽകിയ ഈ സുദിനത്തിൽ മാലാഖമാർ പാടിയത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്നാണ്. അതെ, നല്ല മനസ്സുള്ളവർക്കാണ് ദൈവത്തെ കാണാൻ കഴിയുന്നത്. പിറവി തിരുനാൾ ആഘോഷിക്കുന്ന നമുക്കും ഉണ്ണിയേശുവിനെ കണ്ടെത്താൻ പരിശ്രമിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തുമസ് ക്യാൻഡിൽ തെളിയിക്കാം. ക്രിസ്തുമസ് ക്യാൻഡിൽ തെളിയിക്കുന്നതിനായി നമുക്ക് പ്രിയപ്പെട്ട വികാരി ആൻ്റണി അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. പ്രിയ സഹോദരൻ, നമ്മൾ യേശുവിനെ സ്വീകരിക്കുവാൻ ഒരുങ്ങിയായിരുന്നു. ആ ഒരുക്കം പൂർത്തീകരിച്ചുകൊണ്ട് നമ്മളിലേക്ക് കടന്നു വരുന്ന യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. നമ്മുടെ ഒരുക്കം പൂർത്തീകരിച്ചു, ആത്മീയമായിട്ടും അതേസമയം തന്നെ ഭൗതികമായിട്ടും ഒക്കെ. ഈ മഹാമാരിയുടെ കാലത്ത് പോലും നമ്മൾ നമ്മുടേതായിട്ടുള്ള ആ കർത്തവ്യം നിർവഹിച്ചു. അത് നമ്മൾ സന്തുഷ്ടരാണ്. ഒന്നിനും കുറയാതെ തന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതം അതിനു വേണ്ടി മാറ്റിവെച്ചു. അതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് നമ്മളിലേക്ക് കടന്നു വരുന്ന യേശുവിനെ പൂർണ്ണമായ ഹൃദയത്തോടുകൂടി, സന്തുഷ്ടമായ ഹൃദയത്തോടുകൂടി, ശൂന്യമായിട്ടുള്ള ഹൃദയത്തോടുകൂടി, യാതൊരുവിധ അഴുക്കുകളൊന്നുമില്ലാത്ത നല്ല ഹൃദയത്തിലേക്ക് യേശുവിനെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളെ നമുക്ക് പരിശോധിക്കാം. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് തിരുത്തിക്കൊണ്ട് ഈ ബലി നമുക്ക് ആരംഭിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു,
എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ,
പരിപാവനമായ ഈ രാത്രി സത്യപ്രകാശ ചരിതയാൽ അങ്ങ് പ്രഭാപൂരിതമാക്കിയല്ലോ. ഭൂമിയിൽ അവിടുത്തെ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങൾ സ്വർഗത്തിൽ അവിടുത്തെ സന്തോഷത്തിലും നിർവൃതി അടയുവാൻ ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മയുള്ള ഐക്യത്തിൽ ഇന്ന് നിന്റെ മാധ്യോച്ചൻ്റെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരണമേ. ആമേൻ. ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു, അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്കുവയ്ക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുൻപിൽ ആഹ്ലാദിക്കുന്നു. അവൻ വഹിച്ചിരുന്ന നുകവും അവൻ്റെ ചുമലിലെ ദണ്ഡും മർദ്ദകൻ്റെ വടിയും മിതിയാൻ്റെ നാളിലെന്ന പോലെ അങ്ങ് തകർത്ത് കളഞ്ഞു. അട്ടഹാസത്തോടെ മുന്നേറുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പും രക്തം പുരണ്ട വസ്ത്രവും വിറകുപോലെ അഗ്നിയിൽ ദഹിക്കും. എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയമായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസ്സീമമാണ്. അവൻ്റെ സമാധാനം അനന്തവും, നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കുവാൻ തന്നെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീഷ്ണത ഇത് നിറവേറ്റും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കായ ഒരു രക്ഷകൻ, നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. ഭൂമി മുഴുവൻ കർത്താവിനെ പാടിപ്പുകഴ്ത്തട്ടെ. കർത്താവിനെ പാടിപ്പുകഴ്ത്തുവിൻ. അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. അവിടുത്തെ രക്ഷയെ പ്രതിദിനം പ്രകീർത്തിക്കുവിൻ. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ. ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ വർണ്ണിക്കുവിൻ. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ആകാശം ആഹ്ലാദിക്കട്ടെ, ഭൂമി ആനന്ദിക്കട്ടെ, സമുദ്രവും അതിലുള്ളവയും ആർപ്പുവിളിക്കട്ടെ, വയലും അതിലുള്ളവയും ആഹ്ലാദിക്കട്ടെ. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വനവൃക്ഷങ്ങൾ ആനന്ദഗീതം ഉതിർക്കും. നിങ്ങൾക്കായ ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് വരുന്നു, അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു. അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ സത്യത്തോടും കൂടെ വിധിക്കും. നിങ്ങൾക്കായ ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ നിന്ന്. എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കുവാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു. അതേസമയം നമ്മുടെ മഹോന്നതനായ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയെ നാം കാത്തിരിക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തു എല്ലാ തിന്മകളിലും നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ പാടാം, ഹല്ലേലൂയ
ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. കർത്താവ് നിങ്ങളോടും കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കണം എന്ന് അഗസ്റ്റ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്വിരിനിയൂസ് സിറിയയിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കുവാനായിട്ട് ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നുകൊണ്ട് പേരെഴുതിക്കുവാനായി ഗലീലിലെ പട്ടണമായ നസ്രത്തിൽ നിന്നും യൂദായിൽ ദാവീദിൻ്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടി പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിൽ കിടത്തിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോട് കൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുവിൽ പ്രിയമുള്ളവരെ, എല്ലാവർക്കും ആദ്യം ഈ ദിനത്തിൻ്റെതായിട്ടുള്ള എല്ലാ ആശംസകളും അർപ്പിക്കുകയാണ്. ദൈവദൂതൻ പറഞ്ഞതുപോലെ സംഭവിച്ചിരിക്കുന്നു. നിങ്ങൾക്കായിട്ട് ഒരു രക്ഷകൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു മഹാസംഭവം, അതിൻ്റെ ഓർമ്മയാണ് ഇന്ന് നമ്മൾ ഇവിടെ കൊണ്ടാടുന്നത്. അന്ന് ആ ജനം ഇതിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി ഒരുങ്ങി. നമ്മളും ഒരുക്കത്തിലായിരുന്നു. അന്ന് അവർക്ക് ഒരുക്കം പൂർത്തീകരിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ അത് യാഥാർത്ഥ്യമായി തീർന്നു. ഇന്ന് നമ്മുടെ മുന്നിലും അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ആദ്യമേ ക്രൈസ്തവർ യേശുവിന് ശേഷം 243 വരെ ക്രിസ്മസ് ആഘോഷിച്ചിരുന്നില്ല. അതിനുശേഷം ക്രിസ്മസ് ആഘോഷിക്കുവാൻ തുടങ്ങി. എന്നാൽ അത് ഡിസംബർ 25 അല്ലായിരുന്നു. ഒരു രാജ്യവും അവരുടേതായിട്ടുള്ള ആ ദിവസങ്ങൾ പരിഗണിച്ചുകൊണ്ട് അതായിരുന്നു
അവരുടെ ക്രിസ്മസ് ദിനം. എന്നാൽ 353 ലിബേരിയസ് മാർപ്പാപ്പ ഡിസംബർ 25 യേശുവിൻ്റെ പിറവി തിരുനാൾ ദിനമായിട്ട് ആചരിക്കുവാനായിട്ട് കൽപ്പന പുറപ്പെടുവിച്ചു. ആ ദിനം ഇന്നും നമ്മൾ ആഘോഷിച്ചു വരുന്നു. യേശു നമുക്കായിട്ട് ഈ ലോകത്തിലേക്ക് അവതരിച്ചപ്പോൾ യേശുവിൻ്റെ ഈ ജനനം നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അതിലെ ഓരോ കഥാപാത്രങ്ങളും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും അതേസമയം തന്നെ അതിനുള്ള സാഹചര്യങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വളരെ ദാരിദ്ര്യ അരൂപിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥ, ദരിദ്രരായ ഒരവസ്ഥ. അതാണ് നമുക്ക് ഇവിടെ ഏറ്റവും മുന്നിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതിൽ ഓരോ കഥാപാത്രങ്ങളും അവസരങ്ങളും ആ സാഹചര്യങ്ങളും എല്ലാം അതിനെ യോജിച്ചതായിട്ട് കാണുന്നു. യേശുവിൻ്റെ അമ്മ മറിയം, പിതാവ് ജോസഫ്, ഇവരെല്ലാം നിർധനരായ സാധുക്കളായ പാവപ്പെട്ടവരായ മനുഷ്യരായിരുന്നു. അതേസമയം തന്നെ യേശു പിറന്നത് വെറും കാലിത്തൊഴുത്തിൽ, പശുക്കളെയും ഒക്കെ കെട്ടുന്ന ഒരു തൊഴുത്ത്. അന്ന് ആ സാഹചര്യങ്ങളും യേശുവിൻ്റെ പിറന്നിരിക്കുന്നുള്ള സന്ദേശം അറിയിക്കുന്നതും പാവപ്പെട്ട ആട്ടിടയന്മാർ. ഇങ്ങനെ എന്തുകൊണ്ട് നോക്കിയാലും ഒരു ദാരിദ്ര്യ അവസ്ഥയാണ് നമുക്ക് ഇതിന് ചുറ്റും കാണുവാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അതാണ് നമ്മൾ കാണേണ്ടത്. ദൈവം ശൂന്യതയിൽ നിന്നും ഓരോന്നായിട്ട് ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഓരോന്നും ഉണ്ടായി. പ്രപഞ്ചം, ഭൂമി, ചന്ദ്രൻ, വായു, പക്ഷിമൃഗാദികൾ എന്നിങ്ങനെയുള്ള സകലതും ഉണ്ടാകട്ടെ എന്നുള്ള ആ വചനം കൊണ്ടാണ് ദൈവം ഓരോന്നും ഉണ്ടാക്കിയത്. ആ വചനമാണ് ലൂക്കാ സുവിശേഷകൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സുവിശേഷം ആരംഭത്തിൽ കാണുവാൻ പറയുന്നുണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം മാംസമായിട്ട് മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് അവതരിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം നമുക്ക് ആ പുൽത്തൊട്ടിയിൽ കാണുവാൻ സാധിക്കുന്നു. പ്രാചീന കാലത്തേക്ക് ചെല്ലുമ്പോൾ രണ്ട് വലിയ ശക്തികൾ നിരന്തരം പോരാടിയിരുന്നു. അന്ധകാരത്തിൻ്റെ ശക്തിയും വെളിച്ചത്തിൻ്റെ ശക്തിയും. ഇവൾ നിത്യേന പോരാട്ടമായിരുന്നു. അതിനെ പല വിധത്തിലുമൊക്കെ ആയിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. പുരാണങ്ങളിൽ ദേവനെന്നും അസുരനെന്നുമൊക്കെ പറയുന്നു. അങ്ങനെ പല മതങ്ങളും അവരുടേതായിട്ടുള്ള ഭാഷയിൽ അത് പല വിധത്തിൽ വിവരിക്കപ്പെടുന്നു. ആ വചനം ഈ ലോകത്തിലേക്ക് മനുഷ്യനായിട്ട് അവതരിച്ചത് മനുഷ്യൻ്റെ അന്ധകാരത്തെ അകറ്റിക്കൊണ്ട് വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക് കടന്നു വരുവാനായിട്ടായിരുന്നു.
അങ്ങനെ ആ ദൈവം പ്രകാശമായ വെളിച്ചം, പ്രകാശമായ ദൈവം മനുഷ്യൻ്റെ അന്ധകാരം മാറ്റുന്നുണ്ടെങ്കിൽ ആ വെളിച്ചം സാധാരണ വിളക്ക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന വെളിച്ചമോ അതേസമയം തന്നെ സൂര്യൻ ഉദിക്കുമ്പോഴുണ്ടാകുന്ന വെളിച്ചമോ അല്ല. മറിച്ച് ഇതിൻ്റെ അഭാവത്തിലുള്ള ഉണ്ടാകുന്ന അന്ധകാരവും അല്ല. പ്രകാശമായ ദൈവം, ആ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ എപ്പോഴാണോ അതിനെ തുനിയുന്നത്, ആ സമയത്താണ് നമ്മളിലേക്ക് അന്ധകാരം വരുന്നത്. ആ അന്ധകാരത്തെയാണ് ഇവിടെ അന്ധകാരമായിട്ടും ദൈവത്തെ വെളിച്ചമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് യേശുനാഥൻ ഈ ലോകത്തിലേക്ക് മനുഷ്യനായിട്ട് അവതരിച്ചു. ഈ അന്ധകാരത്തെയാണ് നമ്മൾ തിന്മയെന്ന് പറയുന്നത്. ഈ തിന്മയാണ് സ്വാർത്ഥതയായിട്ട് മാറുന്നത്. ഈ സ്വാർത്ഥതയാണ് സമ്പത്തായിട്ട് മനുഷ്യൻ അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമാണ് എപ്പോഴും മനുഷ്യനുള്ളത്. എങ്ങനെയും സമ്പത്ത് നേടിയെടുക്കുക, സമ്പത്തുണ്ടാക്കുക, അത് കുന്നുകൂട്ടി വെക്കുക, ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ആഗ്രഹം. ആ സ്വാർത്ഥത അത് ഓരോ വ്യക്തിക്കുമുള്ളതാണ്. അത് മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴാണ് ദൈവത്തെ മാറ്റി നിർത്തുന്നത്, അന്ധകാരത്തെ നമ്മൾ പുൽകുന്നത്. ദൈവം മനുഷ്യന് കൊടുത്തത് ഒരു തുണ്ട് ഭൂമിയാണ്. ആ ഒരു തുണ്ട് ഭൂമി മനുഷ്യൻ അത് വെട്ടിമുറിച്ചുകൊണ്ട് ഇത് നിൻ്റെതാണ്, ഇതെൻ്റെതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ പല പല തുണ്ടുകളായിട്ട് മാറ്റി, കഷ്ണങ്ങളായിട്ട് മാറ്റി. അത് ലഭിച്ചവർക്കാകട്ടെ ഏറ്റക്കുറച്ചിലുണ്ടായി. അങ്ങനെ ചിലർക്ക് കൂടുതൽ ലഭിച്ചു, ചിലർക്ക് കുറവ് ലഭിച്ചു. കൂടുതൽ ലഭിച്ചവർ ഇനിയും കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമാണ് അവൻ്റെ ജീവിതത്തിൽ. അതെങ്ങനെയെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് തട്ടിയെടുക്കുക, മറ്റുള്ളവരിൽ നിന്ന് അപഹരിച്ചെടുക്കുക, അതിനുള്ള ആവശ്യമായിരുന്നു എപ്പോഴും മനുഷ്യനുണ്ടായിരുന്നത്. അങ്ങനെ അത് തട്ടിയെടുക്കുകയും അങ്ങനെ സമ്പന്നർ കൂടുതൽ സമ്പന്നതയിലേക്ക് കടന്നു വരികയും ഇല്ലാത്തവർ ഇല്ലായ്മയിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. അങ്ങനെയാണ് സമ്പന്നരും ദരിദ്രരുമുണ്ടാകുന്നത്. സമ്പന്നനാകട്ടെ അവൻ വളർന്നുകൊണ്ടിരുന്നു, ദരിദ്രനാകട്ടെ അവൻ ചൂഷിച്ചു കൊണ്ടിരുന്നു. ഈ അവസ്ഥയിൽ ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ ഇടയിലേക്ക് ആ മനുഷ്യനെ എങ്ങനെയാണ് തൻ്റെ പുത്രന് ഈ ലോകത്തിൽ ജന്മം കൊടുക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്? ജനം പറഞ്ഞു തുടങ്ങി. ജനം ഇങ്ങനെ ചിന്തിച്ചു, ദൈവം സമ്പത്തുള്ളവൻ്റെ കൂടെയാണ് എന്ന്. ദൈവം ദരിദ്രനോട് അവഗണന കാണിക്കുന്നു, അവന് വെറുക്കുന്നു. ഇങ്ങനെയുള്ള ചിന്ത മനുഷ്യ മനസ്സിലുണ്ടായപ്പോഴാണ് ദൈവം തീരുമാനിച്ചിരിക്കുന്നത്, താൻ ഈ ലോകത്തിലേക്ക് മനുഷ്യനായിട്ട് അവതരിക്കുമ്പോൾ അത് വെറും നിർധനരായിട്ടുള്ളവരിൽ നിന്നാകണം. അതുകൊണ്ടാണ് നിർധനരായ ആ ജോസഫിനെയും മറിയത്തെയും തൻ്റെ പുത്രന് ജന്മം കൊടുക്കുവാനായിട്ടുള്ളവരായിട്ട് കണക്കാക്കുകയും അങ്ങനെ അവരെ ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം, യേശുവിന് വേണമെങ്കിൽ വലിയ രാജാക്കന്മാരിൽ നിന്നോ അല്ലെങ്കിൽ രാജകുമാരിമാരിൽ നിന്നോ പ്രഭുകുമാരിമാരിൽ നിന്നോ ഒക്കെ നമുക്ക് ഇറക്കാമായിരുന്നു. പക്ഷെ അവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട്, സമ്പന്നരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ ദരിദ്രനായ മറിയത്തെയും ജോസഫിനെയും തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെയാണ് യേശു പിറന്നു വീണത് വെറും കാലിത്തൊഴുത്തിൽ. അതും എന്തുകൊണ്ട് സംഭവിച്ചു? യേശുവിന് വേണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം മനസ്സ് വെച്ചാൽ
ഒരു രാജകുടുംബത്തിലോ അല്ലെ പ്രഭു കുടുംബത്തിലോ അങ്ങനെയുള്ള ഒരു വലിയ കുടുംബത്തിലോ ജനിക്കാമായിരുന്നു. പക്ഷെ അവിടെയും യേശുനാഥൻ ദൈവം കാണുകയാണ് അത് ശരിയല്ല. താൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത് സമ്പത്തുള്ളവൻ്റെ കൂടെ ആയിരിക്കില്ല, വലിയ പ്രഭു കുടുംബത്തിലായിരിക്കില്ല, രാജകുടുംബത്തിലായിരിക്കില്ല, മറിച്ച് കാലിത്തൊഴുത്തിലായിരിക്കണം. ജോസഫിന് ചെറിയ ഒരു കൂരയുണ്ടായിരുന്നു. അതുപോലും ദൈവം യേശുവിനെ പിറക്കുവാനായിട്ട് തിരഞ്ഞെടുത്തില്ല. അതുപോലും ദൈവം ഉപേക്ഷിച്ചുകൊണ്ടാണ് വെറും കന്നുകാലികൾ വിശ്രമം കൊള്ളുന്ന, അവരന്തി ഉറങ്ങുന്ന ആ കൂര ദൈവം തിരഞ്ഞെടുത്തത്. ഇതുകൊണ്ടാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് നിർധനരായവർക്ക് നിന്നും യേശുനാഥൻ ദൈവം തിരഞ്ഞെടുത്തു, എന്തുകൊണ്ട് കാലിത്തൊഴുത്തിൽ യേശു പിറന്നു. ഇവിടെയാണ് നമ്മളതിൻ്റെ അന്തസ്സത്ത കാണേണ്ടത്. എന്തുകൊണ്ടാണ് ദൈവം അത് തിരഞ്ഞെടുത്തതെന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സാധാരണ പലസ്തീനായിൽ ഒരു ആൺകുട്ടി ജനിക്കുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾ ഒരുമിച്ച് കൂടി ആടിയും പാടിയുമൊക്കെ സന്തോഷിക്കുമായിരുന്നു. എന്നാൽ ഇവിടെ അത് സാധിക്കുന്നില്ല. കാരണം യേശുവിന് പിറക്കുവാനായിട്ട് സ്വന്തം നഗരമായ നസ്രത്തിൽ അത് പറ്റുന്നില്ല. കാരണം കണക്കെടുപ്പിൻ്റെ ദിവസങ്ങൾ വരികയാണ്. അതുകൊണ്ട് അവരുടെ സ്വന്തം നഗരത്തിലേക്ക് പോകുന്നു, ബെത്ലഹേമിലേക്ക് പോകുന്നു. അവിടെ അവർക്ക് വേണ്ടത്ര ആൾക്കാരാരുമില്ല. പ്രത്യേകിച്ച് യേശു ജനിച്ചിരിക്കുന്നുള്ള സദ്വാർത്ത അറിഞ്ഞിരിക്കുന്നവരാരുമില്ല. അതുകൊണ്ട് അവിടെ ആടുവാനോ പാടുവാനായിട്ട് തുള്ളിച്ചാടുവാനോ ഒക്കെ ആഘോഷിക്കുവാനായിട്ട് ആരുമില്ല. അവിടെയാണ് സ്വർഗവാസികൾ കടന്നു വരുന്നത്. അവർ മാലാഖമാർ കടന്നു വന്നുകൊണ്ട് അവർ ആടുകയും പാടുകയും യേശുവിൻ്റെ ജനനം ആഘോഷിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ജനനം ഒന്നുകൂടി നമ്മൾ കടന്നു പോകുമ്പോൾ ആട്ടിടയന്മാർക്കാണ് ആ സന്ദേശം ആദ്യം എത്തുന്നത്. എന്തുകൊണ്ട് ആ ആട്ടിടയന്മാർക്ക് ഈ സന്ദേശം എത്തി? അവരും പാവപ്പെട്ടവരായിരുന്നു, ദരിദ്രരായിരുന്നു. സാധാരണ പള്ളിവക ദൈവത്തിന് ബലി അർപ്പിക്കുവാനായിട്ട് പള്ളിവക ആടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ മേയ്ക്കുവാനും അതിന് വേണ്ടുന്ന പരിചരണം നൽകുവാനും വേണ്ടുന്ന സംരക്ഷണം നൽകുവാനൊക്കെ ആയിട്ട് ഇടയന്മാരെ ഏൽപ്പിക്കും. ആ ഇടയന്മാർ തങ്ങൾക്ക് കിട്ടിയ ആടുകളെയെല്ലാം കൊണ്ട് അവർ വേണ്ട പോലെ നല്ല ഇടയന്മാരെ പോലെ അവർ നിന്നുകൊണ്ട് അവരെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ പൂർണ്ണമായിട്ട് നിർവഹിക്കും. അങ്ങനെ ചിലപ്പോൾ രാത്രികളൊക്കെ ആ ആടുകളെയെല്ലാം ആലയിലാക്കിയതിനു ശേഷം ആ ഇടയന്മാർ ഒരുമിച്ച് വിശ്രമിക്കുക പതിവുണ്ടായിരുന്നു. അങ്ങനെ ഒരു കൂട്ടം ഇടയന്മാർ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സന്ദേശം എത്തുന്നത്. നിങ്ങൾക്കായിട്ട് ഒരു രക്ഷകൻ ബെത്ലഹേമിൽ പിറന്നിരിക്കുന്നു. ആ സമയത്ത് ഒരു ഗണം മാലാഖമാർ വന്നു പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുകൾക്ക് സമാധാനമെന്ന്. പ്രിയമുള്ളവരെ, ആ സന്ദേശം ലഭിച്ച മാത്രയിൽ തന്നെ ആ ഇടയന്മാർ തങ്ങളുടേതായിട്ടുള്ള കഴിവനുസരിച്ചുകൊണ്ട് ചെറിയ ചെറിയ സമ്മാനങ്ങളുമായിട്ട് യേശുവിനെ അന്വേഷിച്ചിറങ്ങി. അവർ ബെത്ലഹേമിലെ ഒരു പുൽത്തൊട്ടിയിൽ കാലിത്തൊഴുത്തിൽ യേശുവിനെ കണ്ടു. അവർ കൊണ്ടുവന്ന സമ്മാനങ്ങൾ വളരെ സന്തോഷപൂർവ്വം അവിടെ യേശുവിന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ യേശുവിൻ്റെ ജനനം ആദ്യമായിട്ട് അനുഭവിച്ചറിഞ്ഞത് ആ ആട്ടിടയന്മാരായിരുന്നു. അതിനുശേഷം അവർ തങ്ങളനുഭവിച്ച സത്യങ്ങൾ, അനുഭവിച്ചറിഞ്ഞ ആ വിശേഷങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുകയും അങ്ങനെ മറ്റുള്ളവരും യേശുവിനെ കാണുവാനായിട്ട് അവിടെ എത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ ആ കാലിത്തൊഴുത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ദാരിദ്ര്യ അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? ദാരിദ്ര്യ അരൂപിയിലൂടെ ഈ യേശുവിൻ്റെ ജനനം കടന്നു പോകുന്നത് എന്ന് നമുക്ക് ഈ വാക്കുകളിലൂടെ എല്ലാം മനസ്സിലാക്കുവാൻ സാധിച്ചു. നമ്മളും
ഒരു യേശുവിൻ്റെ ആ വരവിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളും പാവപ്പെട്ടവരാണ്, ദരിദ്രരാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ആ വസ്തുതകൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്കും ഇങ്ങനെയുള്ള അവസരങ്ങൾ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ മുന്നിലൂടെ ദൈവം കടന്നു പോകുന്നു. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുവാനുള്ള, തിരിച്ചറിയുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. പല രൂപത്തിലും ഭാവത്തിലുമൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. ആ യേശുവാണ്, ദൈവമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്, നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ പരിഹരിച്ച് നൽകുന്നതെല്ലാം ഈ ദൈവമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ ദൈവത്തെ സമീപിക്കുക, യേശുവിനെ സമീപിക്കുക. അത് തിരിച്ചറിയുവാനുള്ള, മനസ്സിലാക്കുവാനുള്ള ഒരു വസ്തുത നമ്മൾ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മളീ കടന്നു വരുന്ന യേശുവിനെ സ്വീകരിക്കുക. അന്ന് ബെത്ലഹേമിലെ പല വാതിലുകളും യേശുവിന് വേണ്ടി അടക്കപ്പെട്ടു. പലരും പല സത്രങ്ങളും യേശുവിന് ജനിക്കുവാൻ വേണ്ടി കയറിയിറങ്ങി. അതെല്ലാം കൊട്ടിയടക്കപ്പെടുകയാണ് അവിടെ മുന്നിൽ വന്നത്. അവസാനമാണ് ഈ കാലിത്തൊഴുത്ത് അവർക്ക് കിട്ടുന്നത്. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരുന്ന യേശുവിൻ്റെ മുന്നിൽ നമ്മുടെ ഓരോ ഹൃദയത്തിൻ്റെ വാതിലുകൾ അടഞ്ഞു കിടപ്പുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. അടഞ്ഞു കിടപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുറക്കണം. അത് തുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എല്ലാ പാപമാലിന്യങ്ങളും തെറ്റുകളും പോരായ്മകളും ഒക്കെ പരിഹരിക്കേണ്ടിയിരിക്കുന്നു. അതെല്ലാം പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് അതിലേക്ക് പ്രവേശിക്കുവാനായിട്ട്, യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആദ്യം നമ്മുടെ ഹൃദയങ്ങൾ ഓരോന്നും വെടിപ്പാക്കുക. നമ്മുടെ ഹൃദയങ്ങൾ ഓരോന്നും പുൽക്കൂടുകളായിട്ട്, കാലിത്തൊഴുത്തുകളായിട്ട് മാറുക. അവിടെ തീർച്ചയായിട്ടും അങ്ങനെ മാറുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ യേശു പിറക്കുന്നത്. അതുകൊണ്ട് എന്നും നമ്മുടെ ഹൃദയത്തിൽ യേശു പിറക്കുവാനുള്ള അവസരം നമുക്ക് നമ്മുടെ ഹൃദയം എപ്പോഴും തുറന്നിട്ടുകൊണ്ട്, എപ്പോഴും ശുദ്ധമാക്കിക്കൊണ്ട്, ശൂന്യമാക്കിക്കൊണ്ട് നമുക്ക് തുറന്നിടാം. അതിലേക്ക് ഏത് സമയത്തും കടന്നു വരുന്ന, ഏത് സമയത്തും നമ്മുടെ ഹൃദയത്തിലേക്ക് കുടികൊള്ളുന്ന യേശുവിനെ നമുക്ക് സ്വീകരിക്കാം. ആ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന യേശുനാഥനെ ഒരിക്കലും നമ്മൾ ഇന്ന് വിട്ടകന്നു പോകാതിരിക്കുവാൻ, നമ്മൾ വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് പോകാതിരിക്കുവാൻ, തെറ്റുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മളെ കുടികൊള്ളുന്ന ആ ദൈവം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്. അതിനുള്ള അവസരം കൊടുക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. വളരെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഇതിലൂടെ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്ന് ദിനത്തിൻ്റെതായിട്ടുള്ള ആശംസകൾ. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കു മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മനുഷ്യരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു
രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും മനുഷ്യപ്രകൃതിയും പ്രത്യക്ഷമായ ഈ രാത്രിയിൽ നമ്മുടെ സൽപ്രവൃത്തികളെല്ലാം മറിച്ച് അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തിന് യാചനകൾ സമർപ്പിക്കാം. സ്നേഹപിതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ പിറവി തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപത അധ്യക്ഷനെയും മറ്റെല്ലാ സഭാപാലകരെയും ഞങ്ങളുടെ വികാരി ആന്റണി എച്ചിനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ചൈതന്യവും സന്മനസ്സും കരുണയും നിറഞ്ഞ ദൈവമക്കളാക്കി സഭയിലെ ഓരോ അംഗങ്ങളെയും വളർത്തുവാനുള്ള കൃപ ഇവരുടെ മേൽ ചൊരിയണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ, എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. പിറവി തിരുനാൾ നൽകുന്ന സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും വിശ്വാസത്തിലും വളരുവാൻ ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരുണാനിധിയായ ദൈവമേ, ദൈവകുമാരന് ജന്മം നൽകാൻ സ്വന്തം സ്വപ്നങ്ങൾ ത്യജിച്ച പരിശുദ്ധ അമ്മയെ ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു. മാതാപിതാക്കളുടെ സ്നേഹവും കരുതലും ലഭിക്കാത്ത എല്ലാ അനാഥ കുഞ്ഞുങ്ങളെയും അവരെ സംരക്ഷിക്കുന്നവരെയും അനുഗ്രഹിക്കണമെന്നും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സംരക്ഷണവും എന്നും ഇവർക്കുണ്ടാകണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അന്ധകാരത്തിൽ കഴിയുന്നവർക്ക് പ്രകാശം വീശുവാൻ ഏകജാതനെ തന്നെ നൽകിയ നല്ല ദൈവമേ, പലവിധ രോഗങ്ങളാൽ നിരാശയുടെ അന്ധകാരത്തിൽ കഴിയുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ സൗഖ്യദായകമായ കരങ്ങളാൽ സുഖപ്പെടുത്തണമെന്നും ശാരീരികവും മാനസികവുമായ എല്ലാ വേദനകളിൽ നിന്നും അവരെ മോചിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, അങ്ങേ സമാധാനത്തിൽ നിദ്ര പ്രാപിച്ച എല്ലാ ആത്മാക്കൾക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉണ്ണിയേശുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ അങ്ങ് നൽകുന്ന രക്ഷ മരിച്ചുപോയ എല്ലാ ആത്മാക്കളുടെയും മേലും ഉണ്ടാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിർമ്മല ഉദരത്തിൽ ദൈവവും മനുഷ്യനുമായി അവനെ സംവഹിക്കുവാൻ അർഹയായ കനികാമറിയം അങ്ങേ വിശ്വാസികളുടെ ഈ പ്രാർത്ഥന അങ്ങേ മുമ്പാകെ സമർപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടണമേ. ആമേൻ. കാഴ്ചവയ്പ്പിൻ്റെ സമയമാണ്. എല്ലാവരും കാഴ്ചവയ്പ്പ് കണ്ടെത്തുക. ഉണ്ണീശോയ്ക്കൊരു സമ്മാനമായിട്ട് അത് കൊടുക്കുക. ശ്വാസക്കാഴ്ച ഉണ്ടായിരിക്കുന്നതല്ല.
സഹോദരേ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തന് പിതാമ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. ദൈവമേ, ഈ ദിനത്തിൻ്റെ ആഘോഷത്തിൻ്റെ കാണിക്ക അങ്ങേക്ക് പ്രീതികരമായി ഭവിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പരിഭാവനമായ ഈ കൈമാറ്റത്തിലൂടെ അങ്ങയോടുകൂടെ ആയിരിക്കുന്ന ഞങ്ങളുടെ സ്വത്വം അങ്ങേ സാദൃശ്യത്തിൽ കാണപ്പെടുവാൻ അനുഗ്രഹിക്കുവാനേ എന്നും ജീവിക്കുകയും ആഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കർത്താവ് നിങ്ങളുടെ കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ജിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്നാൽ മനുഷ്യാവതാരം ചെയ്ത വചനത്തിൻ്റെ രഹസ്യം വഴി അങ്ങേ ശോഭയുടെ നവ്യപ്രഭ ഞങ്ങളുടെ മനോനേത്രത്തിൽ പ്രകാശിതമായി അങ്ങനെ ദൃശ്യമായ രൂപത്തിൽ ദൈവത്തെ ഞങ്ങൾ അറിയുമ്പോൾ അതുവഴി അദൃശ്യമായി അവയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ആകൃഷ്ടരാകട്ടെ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും പതിരാസന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ കരുണാവാരിധിയായ പിതാവേ, അതിനാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ വിനയപൂർവ്വം അങ്ങയോട് യാചിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈ കാണിക്കകൾ, ഈ തിരുമുൽ കാഴ്ചകൾ വിശുദ്ധവും നിർമ്മലവുമായ ഈ ബലിവസ്തുക്കൾ സ്വീകരിച്ച് ആശീർവദിക്കണമേ. പ്രഥമമായി അങ്ങേ വിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ഇവ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങേ ദാസന് ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജോസഫ് മെത്രാനോടും അപ്പസ്തോലികവും കാത്തോലികവുമായ സത്യവിശ്വാസം പഠിപ്പിക്കുന്ന എല്ലാവരോടും ഒപ്പം ലോകമെങ്ങുമുള്ള തിരുസഭയെ സമാധാനം നൽകി സംരക്ഷിക്കുവാനും ഒന്നിപ്പിക്കുവാനും നയിക്കുവാനും കനിയണമേ. കർത്താവേ, അങ്ങേ ദാസന്മാരും ദാസിമാരുമായ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും അങ്ങ് ഓർക്കണമേ. ഇവർക്ക് വേണ്ടി ഈ ബലി ഞങ്ങൾ അർപ്പിക്കുന്നു. ഇവിടെ വിശ്വാസവും പ്രകടമായ ഭക്തിയും അങ്ങ് അറിയുന്നുവല്ലോ. ഇവർ തങ്ങൾക്ക് വേണ്ടിയും തങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഈ സ്തോത്രബലി അങ്ങേക്ക് അർപ്പിക്കുന്നു. ഇവിടെ ആത്മാവിൻ്റെ പരിത്രാണത്തിനും
പ്രത്യാശയ്ക്കൊത്ത ക്ഷേമത്തിനും ഭദ്രതയ്ക്കുമായി ജീവനും സത്യവും നിത്യദൈവവുമായ അങ്ങേക്ക് ഈ കാണിക്കകൾ അർപ്പിക്കുന്നു. എല്ലാ വിശുദ്ധരോടും വിശിഷ്യ ഞങ്ങളുടെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ മാതാവും മഹത്വപൂർണയും നിത്യകന്യകയുമായ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശ്വാസ പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരും അങ്ങ് രക്തസാക്ഷികളുമായ പത്രോസ്, പൗലോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ തുടങ്ങി ഞങ്ങളുടെ കർത്താവായ എന്നിവരോട് ഒന്ന് ചേർന്നുകൊണ്ട് ഞങ്ങൾ ഓർമ്മ ആചരിച്ചുകൊണ്ടും അവരുടെ പുണ്യഫലങ്ങളും പ്രാർത്ഥനകളും വഴി എല്ലാ കാര്യങ്ങളിലും അങ്ങേ സംരക്ഷണത്തിൻ്റെ സഹായം നൽകി ഞങ്ങളെയും ശക്തിപ്പെടുത്തുവാൻ കനിയണമേ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നിർമ്മല കന്യാത്വം ഈ ലോകത്തിന് രക്ഷകനെ പ്രദാനം ചെയ്ത ഏറ്റവും പരിശുദ്ധമായ ഈ രാത്രി, ഏറ്റവും പരിശുദ്ധമായ ഈ ദിവസം ആഘോഷിച്ചുകൊണ്ട് എല്ലാ വിശുദ്ധരോടും അതിനാൽ കർത്താവേ, അങ്ങയുടെ ഞങ്ങളുടെ സേവനത്തിനും അങ്ങേ കുടുംബം മുഴുവൻ്റെയും ഈ കാഴ്ച സംപ്രീതിയോടെ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദിനങ്ങൾ അങ്ങേ സമാധാനത്തെ നയിക്കുകയും ഞങ്ങൾ നിത്യശിക്ഷയിൽ നിന്ന് മോചിതരായി അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ട അജഗണത്തിൽ എണ്ണപ്പെടുവാൻ കനിയുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടണമേ. ദൈവമേ, ഈ അങ്ങേ ബലിവസ്തു സമ്പൂർണമായും ആശീർവദിച്ച് അംഗീകരിച്ച് സാധൂകരിച്ച് യുക്തവും സ്വീകാര്യമാക്കി തീർക്കുവാൻ കനിയണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇവ ഞങ്ങൾക്ക് അങ്ങ് ഏറ്റവും പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് പീഡാസഹനത്തിൻ്റെ തലേന്നാൾ പരിശുദ്ധവും ധന്യമായ തൻ്റെ കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് സർവശക്തനായ ദൈവവും തൻ്റെ പിതാവുമായ അങ്ങേ നേർക്ക് കണ്ണുകൾ ഉയർത്തി അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്ത്, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം ദിനത്താഴം കഴിഞ്ഞ് അവിടുന്ന് വിശിഷ്ടമായ ഈ പാനപാത്രം പരിശുദ്ധവും ധന്യവുമായ തൻ്റെ കരങ്ങളിലെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്ത്, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവീൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്ന ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ അതേ ക്രിസ്തുവിൻ്റെ ധന്യമായ പീഡാസഹനവും മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പും മഹനീയമായ സ്വർഗാരോഹണം ഓർത്തുകൊണ്ടും അങ്ങേ ദാസരായ ഞങ്ങളും അങ്ങേ വിശുദ്ധ ജനവും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദാനദ്രവ്യങ്ങളിൽ നിന്നും ഈ പവിത്ര ബലി, ഈ വിശുദ്ധ ബലി
ഈ നിർമ്മലമായ ബലി നിത്യജീവിൻ്റെ വിശുദ്ധമായ അപ്പവും നിത്യരക്ഷയുടെ പാനപാത്രവും അങ്ങേ മഹിത പ്രഭാവത്തിന് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേ ദാസൻ നീതിമാനായ ആബേലിൻ്റെ കാണിക്കകളും ഞങ്ങളുടെ പൂർവ്വപിതാവായ അബ്രാഹത്തിൻ്റെ ബലിയും അങ്ങേ മഹാപുരോഹിതനായ മെൽക്കിസേദെക്ക് അങ്ങേക്ക് അർപ്പിച്ച കാഴ്ചകളും അങ്ങ് സ്വീകരിച്ചതുപോലെ ഈ കാണിക്കകളും പ്രീതികരവും പ്രസന്നവുമായ വദനത്തോടെ കടാക്ഷിക്കുവാനും വിശുദ്ധ ബലിയായും നിർമ്മല യാഗമായും സ്വീകരിക്കുവാനും കനിയുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ ദിവ്യബലി അങ്ങേ വിശുദ്ധ ദൂതൻ്റെ കരങ്ങൾ വഴി സംവഹിച്ച് അങ്ങേ മഹനീയമായ അൾത്താരിലേക്ക് അങ്ങേ മഹത്വമേറിയ തിരുമുമ്പിലേക്ക് സംവഹിക്കുവാൻ കൽപ്പിച്ചറിയാലും ഈ ബലിപീഠത്തിൽ അർപ്പിച്ച ബലിയിൽ പങ്കുചേർന്നുകൊണ്ട് അങ്ങേ പുത്രൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോഴെല്ലാം എല്ലാം സ്വർഗീയാനുഗ്രഹങ്ങളാലും പ്രസാദവരങ്ങളാലും ഞങ്ങൾ നിറയുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടണമേ. ആമേൻ. പാപികളെങ്കിലും അങ്ങേ ദാസരും അങ്ങേ അളവറ്റ കാരുണ്യത്തെ ശരണം പ്രാപിക്കുന്നവരുമായ ഞങ്ങൾക്കും അങ്ങേ വിശുദ്ധ അപ്പോസ്തലന്മാരുടെയും രക്തസാക്ഷികളുടെയും വിശുദ്ധരായ യോഹന്നാൻ, സ്റ്റീഫൻ, മത്തിയാസ്, ബർണബാസ്, ഇഗ്നേഷ്യസ്, അലക്സാണ്ടർ, മർസലിൻ എന്നിവരുടെയും അങ്ങേ എല്ലാ വിശുദ്ധരുടെയും തെല്ലൊരു പങ്കാളിത്തവും സഹവാസവും കൽപ്പിച്ചറിയണമെന്നോ അവരുടെ സമൂഹത്തിൽ യോഗ്യതകൾ പരിഗണിക്കുന്നവനായിട്ടല്ല കാരുണ്യം വർഷിക്കുന്നവനായി അങ്ങ് ഞങ്ങളെയും ചേർത്തറിയണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് വഴി അങ്ങ് ഈ നന്മകളെല്ലാം നിരന്തരം സൃഷ്ടിക്കുകയും പൗത്രീകരിക്കുകയും ജീവിത ശക്തി കൊണ്ട് നിറയ്ക്കുകയും ആസ്വദിക്കുകയും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നുവല്ലോ. ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവും അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പന ഉത്ബോധരായും ദിവ്യോധ ചന്ദ്രോക്തരെയും നിർഭയം നമുക്ക് ഏറ്റുപാടാം. കർത്താവേ, എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തെ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തിൽ നിന്നും സുരക്ഷയാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്ന അപ്പോസ്തലന്മാരുടെ രുചിയുടെ കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും
ഐക്യം നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
വിവാഹ അറിയിപ്പ്. ഈ ഇടവക തൈക്കൂട്ടത്തിൽ ജോസഫിൻ്റെയും ബ്രിജിറ്റിൻ്റെയും മകൻ ലൂയിസ് ടിൻസനും കൊച്ചി രൂപത പെരുമ്പടപ്പ് സാന്റാക്രൂസ് പള്ളി ഇടവക വള്ളവും തയ്യൽ സെബാസ്റ്റിൻ്റെയും റബേക്കയുടെയും മകൾ അലീഷ മരിയയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ഇത് 3ാമത്തെ അറിയിപ്പാണ്. രാവിലെ 7 മണിക്കും 8:30 കുർബാന ഉണ്ടായിരിക്കും. ഇന്ന് ഈ ബലി ലൈവ് കൊടുത്ത ജയ്മോന് പ്രത്യേകം നന്ദി പറയുന്നു. കൂടാതെ കായിക സംഘത്തിനും പ്രത്യേകം നന്ദി പറയുകയാണ്. പുൽക്കൂട് ഇപ്രാവശ്യം നമ്മൾ വളരെ ഭംഗിയായിട്ട് പുറത്തുള്ളവർ കൂടി കാണുന്ന തരത്തിലുള്ളതാക്കി മാറ്റി. കാരണം ഈ മഹാമാരി കാലത്ത് എല്ലാവർക്കും പള്ളിയിലേക്ക് കയറുക സാധ്യമല്ല. സാധാരണ പള്ളിയുടെ അകത്ത് ഉണ്ടാക്കുമ്പോൾ അന്ന് എല്ലാവരും വരും, അപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും. പക്ഷേ കുറേ പേരെങ്കിലും ഇപ്പോൾ വരില്ല. അങ്ങനെയുള്ളവർക്കെല്ലാം, റോഡിൽ പോകുന്നവർക്കെല്ലാം കാണത്തക്ക വിധത്തിലാണ് നമ്മൾ പുറത്തിറങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് വളരെ ഭംഗിയായി നിർവഹിച്ചത് ഷമലാണ്. ഷമലിനും അദ്ദേഹത്തെ സഹായിച്ച ഓരോ വ്യക്തികൾക്കും പ്രത്യേകം എല്ലാവരുടെയും പേര്, കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേര് ഞാൻ നന്ദി പറയുകയാണ്. നക്ഷത്രമൊക്കെ ഇടാനായിട്ട് സഹായിച്ചതിന് വളരെയേറെ പേരുണ്ട്. അവർക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഈ അൾത്താര വളരെ മനോഹരമായിട്ട് പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിർവഹിക്കുകയും ചെയ്തത് സിസ്റ്റേഴ്സാണ്. അവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. കപ്പിയാർ ജോയ് ചേട്ടനും ജോർജിനും അതുപോലെ കൈക്കാരന്മാർ ജോഷി, ഫ്രാൻസിസ്, പാസ്റ്റർ കൗൺസിൽ അംഗങ്ങൾ, സമിതി അംഗങ്ങൾ, ഇവർക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. ഓർഡർ ബോയ്സ്, സെമിനാരി ബ്രദേഴ്സ്, അവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. കൂടാതെ സിസ്റ്റേഴ്സിനും ഈ കർമ്മങ്ങളിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നമ്മുടെ ഇടയിൽ പിറന്നു വീണ ഉണ്ണീശോയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നമ്മുടെ ഇടവയ്ക്ക് വേണ്ടി ഫ്രാങ്ക് വച്ചൻ, നമ്മുടെ വേദപാഠ ക്ലാസ്സിലെ കുട്ടികൾക്ക് കുറേ കൊല്ലമായിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുറച്ച് കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട്. അത് ഇപ്രാവശ്യവും തന്നിട്ടുണ്ട്. ആ കുട്ടികൾക്ക് ഇവിടെ സമ്മാനം കൊടുക്കുന്നതാണ്. കുട്ടിയുടെ പേര് വിളിക്കുമ്പോൾ ആ കുട്ടികൾ വന്ന് സമ്മാനം വാങ്ങുക. 5ാം ക്ലാസ്സിൽ നിന്നും ഇമാനുവൽ ജോയ്സൺ. നിയ മേരി 5th സ്റ്റാൻഡേർഡ്. റോജർ റെക്സ് സ്റ്റാൻഡേർഡ് 6. Andrea Hannah standard 6. Haran PJ standard 7. Divanjal Tojan standard 7. Mary Rosmi standard 8. Anne Eve Rodriguez standard 9. Mary Michelle standard 10. Mary Jisna standard 11. Anaina Shaji standard 12. എല്ലാ കൊച്ചുകൂട്ടുകാർക്കും പ്രത്യേക അനുമോദനങ്ങൾ. അതുപോലെ നമുക്കറിയാം, ഈ കോവിഡ് കാലത്ത് നമ്മുടെ സ്കൂളുകളും കാറ്റഗിസം ഒക്കെ പ്രവർത്തിക്കുന്നില്ല. എല്ലാം ഓൺലൈനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ കാറ്റഗിസവും വളരെ ഭംഗിയായ രീതിയിൽ ഓൺലൈനായിട്ട്
പ്രവർത്തിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ രൂപതയിൽ നിന്നും ഒക്കെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒക്കെ ആയിട്ട് പല മത്സരങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. നമ്മളത് അറിയുന്നില്ല എങ്കിലും അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. കുട്ടികളെല്ലാം അതിൽ വളരെ സഹകരിക്കുന്നുമുണ്ട്. ടീച്ചേഴ്സും മാതാപിതാക്കളൊക്കെ നിങ്ങൾക്കറിയാം ആരൊക്കെയാണ് സഹകരിക്കുന്നുള്ളത്. അവരെല്ലാം നിങ്ങളുടെ വീടുകളിൽ വെച്ചാണ് എല്ലാം ചെയ്യുന്നത്. ചിലതൊക്കെ വീഡിയോകളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് അഗസ്റ്റിൻ നോയലാണ്. ആ കുട്ടിയാണ് എല്ലാം കൃത്യമായിട്ട് അതിൻ്റേതായിട്ടുള്ള ഓരോ കാര്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതും അതുപോലെ എൻ്റെ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നതും വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നു. അതുകൊണ്ട് ആ കുട്ടിക്ക് ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. നോയൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ രക്ഷകൻ്റെ ജനനം ആഘോഷിക്കുന്നതിൽ സന്തോഷിക്കുന്ന ഞങ്ങൾ ഉചിതമായ ജീവിത ശൈലി വഴി അവിടുന്നുമായി ഐക്യത്തിലെത്തിച്ചേരുവാൻ അർഹരാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നും ജീവിക്കുകയും ആഴുകയും ചെയ്ത് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടണമേ. കർത്താവ് നിങ്ങളോടും കൂടെ. ശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിലഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദൈവപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.